ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിപ്പിൻ ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്കും അതൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ പുറകെ തന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഒരു ബേക്കറിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ചേച്ചിയുടെ മോളും കൂടി കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവളും എൻ്റെ കൂടെ അങ്ങ് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെയും കൂട്ടി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ ഏൽപ്പിച്ചത്. വൈറ്റ് ഫോറസ്റ്റ് ഒരു 1/2 kg ഏൽപ്പിച്ചിട്ടുള്ളൂ, കാരണം നമുക്ക് അത്രക്കാരൊന്നും വേണ്ടല്ലോ. അതിനുശേഷം നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടെ നമ്മൾ ഇന്നൊരു ബിരിയാണി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടുന്ന് അതിന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ ഈ കാണുന്ന വീഡിയോസിലൊക്കെ. അപ്പോൾ അവളെന്ത് ചോദിച്ചാൽ കുഞ്ഞിന്നാട്ടോ നമ്മൾ വിളിക്കുക. കുഞ്ഞിൽ കുറേ വീഡിയോസൊക്കെ എന്നെ കൊണ്ട് എടുപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ എടുത്ത് പോകുന്നതൊക്കെ വീഡിയോസൊക്കെ എന്നെ കൊണ്ട് എടുപ്പിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ വാങ്ങിയ ബലൂണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് നമ്മൾ വീർപ്പിച്ച്. അപ്പോൾ അനിയത്തി വന്നിട്ടില്ല കേട്ടോ ഇതുവരെ, കാരണം അവൾ ഇനിയിപ്പോൾ ഒരു 6:30 ഒക്കെ ആകുമ്പോഴേ അവൾ എത്തുള്ളൂ. കാരണം അവൾ കുറച്ച് ദൂരെയാണ്, കോളേജ് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്ന് വരണം. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അവളും കൂടി എന്ത് ചെയ്ത് ഇതൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ഡൈനിങ് ഹാള് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടെ ഫുഡൊന്നും കഴിക്കലില്ല, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഹാളിലാണ് നമ്മൾ മേശയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ ജസ്റ്റ് ഒരു ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടുന്ന് ഡെക്കറേഷൻ ഇവിടുന്ന് ചെയ്യാമെന്ന്, ഇവിടെ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേരൊന്നുള്ളൊന്നുമില്ല, നമ്മൾ വീട്ടുകാർ മാത്രമേ ഒരു ചെറിയൊരു കുഞ്ഞു സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇതാദ്യം അവിടെ ഇതാക്കാം. അപ്പോൾ ചെറിയൊരു സെല്ലോ ടേപ്പൊക്കെ വാങ്ങി അതിനെക്കൊണ്ട് ഒട്ടിച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞാൻ അവളെ എന്ത് ചെയ്തു കസേരയിൽ കയറ്റിയിട്ട് അവളാട്ടോ അങ്ങനെ പിടിച്ചൊക്കെ തരുന്നത്. ഭയങ്കര ഉഷാറാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ഭയങ്കര കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചച്ചു എന്നാട്ടോ അവൾ വിളിക്കുക എൻ്റെ അനിയത്തിന്. അപ്പോൾ ചച്ചുവിന് നമുക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട്. അവൾ അവിടുന്ന് പോരാൻ കാരണം തന്നെ അതുകൊണ്ടാണ്, സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ കുരുത്തക്കെട്ടുണ്ട് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ, നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് കാണാം. കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാടി ചോട് ഉറങ്ങ് ഉറങ്ങ് പൊന്നി തളരാതെയോ കൊഞ്ചി കളിയാടി വളരി വളരി ഉയർന്നു. അപ്പോൾ അവളെ പാട്ടൊക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് പിന്നെയും ഡെക്കറേഷൻ ചെയ്യാൻ നോക്കി. ഒട്ടും അടങ്ങി നിൽക്കില്ല, കാരണം ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും. ലിറിക്സ് ഒന്നും ഒട്ടും ശരിയല്ല, കറക്റ്റേ അല്ല, എന്തെല്ലോ ഇങ്ങനെ പാടുകയൊക്കെ ചെയ്യണ്ട, വെറുതെ തന്നെ തുള്ളിക്കളിക്കൂ. ഒട്ടും അടങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമല്ല കേട്ടോ, ഇങ്ങനെ ചാടിത്തുള്ളി കളിക്കാൻ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കുറേ ആ ബലൂൺസൊക്കെ നമ്മൾ എന്ത് ചെയ്ത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത്. പക്ഷെ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ അവൾ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയൊന്നുമല്ല ഡെക്കറേഷൻ ഉള്ളത്, അതൊക്കെ താഴെ വീണ് പോയി. ഇപ്പോൾ വെക്കുമ്പം തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് താഴെ വീണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, അതൊക്കെ മുഴുവനായിട്ട് വീണ്. അപ്പോൾ
ലാസ്റ്റ് എൻ്റെ അച്ഛനാട്ടോ ഇത് മൊത്തം ബലൂൺ എങ്ങനെയൊക്കെയോ അവിടെ ഈ ബൾബിൻ്റെ ഹോൾഡറിനോടൊക്കെ എങ്ങനെയോ കെട്ടിവെച്ച് വാതിലിനോടൊക്കെ കെട്ടിവെച്ച് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ബർത്ത്ഡേൻ്റെ കേക്ക് മുറിക്കുന്ന സമയത്ത്. അപ്പോൾ അവളെന്തൊക്കെയോ അമ്മയോടൊക്കെ ദേഷ്യപ്പെടുക, എന്തല്ലോ അവൾക്ക് അത് കെട്ടിക്കൊടുക്കുക. അവൾക്കിങ്ങനെ അവൾ ബലൂണ് വീർപ്പിക്കും, പക്ഷെ അവൾക്ക് കെട്ടാൻ അറിയില്ല. അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരോടത്തും പോകും കേട്ടോ, ഒന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട് പറയാനേ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേൻ്റെ കേക്ക് മുറിക്കുന്ന വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഐറ്റമായ ബിരിയാണിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനം നമ്മൾ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം കേട്ടോ. എന്ത്, നമ്മളുണ്ടാക്കിയ ഭക്ഷണം അടിപൊളിയാണെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളും എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ബിരിയാണി തിന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചേക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയി കാണുന്നവരിലേക്കും ബായ്.